കസ്റ്റം ഡ്യൂട്ടി കുറച്ചതിനാൽ ഗോൾഡ് പ്രൈസിൽ ഇളവ് വന്നിട്ടുണ്ട്. നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമതായി ഗോൾഡ് ETF. ETFസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും വളരെ ഈസിയാണ് എന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗോൾഡ് ETFസിന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% വിത്ത് ഇൻഡെക്സേഷനിൽ നിന്നും 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനായി കുറച്ചിട്ടുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അടുത്ത ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബാർ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്നതാണ്. അതുപോലെ തന്നെ 2.5% ഇൻട്രസ്റ്റ് പെർ ഇയർ ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ 8 ഇയേഴ്സ് ആണ് മെച്യൂരിറ്റി പീരീഡ്. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺട്രോളും ഉണ്ടാവില്ല. മെച്യൂരിറ്റി ടൈമിൽ എത്രയാണോ ഗോൾഡ് പ്രൈസ് അത്ര മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് ഫിസിക്കൽ ഗോൾഡ്. വാങ്ങിയ സ്വർണം ഒരു ഫാഷനായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഫിസിക്കൽ ഗോൾഡിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി ഉള്ളത് ഫിസിക്കൽ ഗോൾഡിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നത് മേക്കിംഗ് ചാർജ് ആണ്. അതുപോലെ തന്നെ കള്ളന്മാരെയും പേടിക്കേണ്ടി വരും. ഗോൾഡ് പ്രൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയും കൂടുമോ കുറയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.